കംസനെ കൊന്ന സ്ഥലം എല്ലാവരും കണ്ടോളൂ. നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ നാടായ യുപിയിലാണ്, അലഹബാദിലെ പ്രയാഗ്രാജിലേക്കാണ് ഇന്ന് നമ്മൾ. ഇവിടെയാണ് കേട്ടാ ത്രിവേണി സംഗമം. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ ഗംഗ, യമുന, പിന്നെ സരസ്വതി ഒരു സാങ്കല്പികം മാത്രമാണ്. അടിയിലൂടെ ഒഴുകുന്നു എന്നതാണ് നമ്മളുടെ ഹിന്ദു മതാചാരപ്രകാരം വിശ്വസിക്കുന്നത്. ഹിന്ദുക്കളുണ്ടല്ലോ, ഇവിടെ വന്ന് മുങ്ങി കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സകല പാപം കഴുകി പോകുന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. സംഗമ സ്ഥാനത്തേക്ക് ബോട്ടിലെത്തിയാണ് നമ്മൾ ഇതേപോലെ സ്നാനം ചെയ്യുന്നത്. അത് 2 തോണികൾ കെട്ടിയിട്ടിട്ട് അതിൻ്റെ നടുക്ക് മുള കൊണ്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അതിൽ ചവിട്ടി വേണം നമ്മൾ ഈ പുഴയിലേക്ക്, അതായത് നദിയിലേക്ക് ഇറങ്ങാനായിട്ട്. കിഴക്കോട്ട് തിരിഞ്ഞ് 3 പ്രാവശ്യം മുങ്ങി നീർന്നതിന് ശേഷം നമ്മൾ ഈ നദിയിൽ നിന്ന് കയറി തോണിയിലെത്തും. അപ്പം തോണിയിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും എന്താണോ, അതായത് വഴിപാടായിട്ട് ഇതേപോലെ നാളികേരമോ അതേപോലെ തന്നെ ദീപമോ തെളിയിച്ച് നദിയിലേക്ക് നമ്മൾ ഒഴുക്കി വിടും. അപ്പം നമ്മളെ സകല പാപങ്ങളും തീർന്നു എന്നാണ് നമ്മളുടെ ഹിന്ദു മതാചാരപ്രകാരം വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇവിടെ ധാരാളം ആൾക്കാർ എത്തിച്ചേർന്ന് ഇതേപോലെ സ്നാനം നടത്തി പോവാറുണ്ട്. 2 നദികളുടെ സംഗമസ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ബോട്ട് തന്നെ മാർഗമുള്ളൂ. ബോട്ടിലാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇവിടെ വന്ന് ഇതുപോലെ സൂര്യ നമസ്കാരം ചെയ്തതിന് ശേഷം നമ്മൾ സ്നാനം ചെയ്യാണ്. ബോട്ടിൽ ഇവിടെ എത്തിച്ചേരുന്നതിന് 500 രൂപയാണ് അവർ ഫീസ് നമ്മളൊക്കെ നിന്ന് വാങ്ങണത്. പിന്നെ സ്നാനം ചെയ്ത് കഴിഞ്ഞ് ഇതേപോലെ പൂജാദ്രവ്യങ്ങളൊക്കെ ഒഴുക്കി വിടുന്നതിന് 50 രൂപ വീതം നമ്മൾ കൊടുക്കും. പിന്നെ ഒരു ആചാര്യനുണ്ടാവും, അവർക്കും എന്തെങ്കിലും ദക്ഷിണ നമ്മൾ കൊടുക്കണം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ്. അവർ പരസ്പരം വെള്ളമൊക്കെ തെളിച്ച് ഇതേപോലെ നല്ലോണം സന്തോഷിച്ച് തന്നെയാണ് ഇവിടെ സ്നാനം ചെയ്യുന്നത്. നമ്മളപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു കൗതുകം തോന്നി, അങ്ങനെ ഒരു വീഡിയോ പകർത്തിയതാണ്. തോണിയിലേക്ക് കയറാനായിട്ട് ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ട്. കാലിന് വയ്യാത്തവർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ആ മുളവടിയുമ്പോൾ ചവിട്ടിയിട്ട് വേണം തോണിയിലേക്ക് ഇതേപോലെ കയറണമെന്നുണ്ടെങ്കിൽ. നമ്മുടെ ഒപ്പം വന്നവർ, നമ്മളുടെ ഫാമിലിയിലുള്ളവരൊക്കെ ഇറങ്ങിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ നോർത്ത് ഇന്ത്യൻസൊക്കെ അതേ കയറാണ് വെള്ളത്തിൽ നിന്ന്. അവർ പിടിച്ചൊക്കെ കയറ്റുന്നത്. പ്രായമായവരൊക്കെ ഇറങ്ങി സ്നാനം ചെയ്തിട്ടുണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസൊക്കെ തോണിയിൽ തന്നെ വെച്ച് വസ്ത്രങ്ങളൊക്കെ മാറുന്നുണ്ടായിരുന്നു. നമ്മ മുറിയിൽ പോയിട്ട് തന്നെ മാറിയത് ഈറിനോടുകൂടി തന്നെ തിരിച്ചു പോയിരുന്നു. അപ്പം നമ്മൾ ദീപമൊക്കെ കത്തിച്ച് നദിയിൽ ഒഴുക്കിയിട്ടാണ് എല്ലാവരും. അതിനുശേഷമാണ് തിരിച്ചു പോകുന്നത്. ഓരോ ദിവസവും കണ്ടമാനം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അവർ വരുന്ന ബോട്ടുകൾ കണ്ട ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ് ത്രിവേണി സംഗമം. ഞാനും ത്രിവേണി സംഗമത്തിൽ 3 പ്രാവശ്യം മുങ്ങി സ്നാനം ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ടീമായിട്ട് തിരിച്ചു പോന്നു. ഇനി അവിടെ കണ്ട പല ചടങ്ങുകളും കണ്ട് നമുക്ക് മടങ്ങാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.